ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാഞ്ജലിം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായ ഗൗരഗദാദാമദായ നഗരഗ്രാമധാരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി ശ്രീഭാഷവാനവീ ദേവി ദേദായ കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗ വൃതാപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമിസ്ത്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരകൃഷ്ണേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിദം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ ഭംഗോർമമ മന്ദമതേ ഗതി മത്സർവസ്വ പാദാംബുജോ രാധാമദനമോഹനോ ദിവ്യത്വരന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ കൃഷ്ണാനഭി സേവ്യമാനസ്മരാം. ശ്രീമൻ രാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേദസ്മരേ ഗോപിർ ഗോപിനാഥസ്യ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയ പ്രണമാമി ഹരിപ്രിയ പ്രണമാമി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്കഥാതുമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 25-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകമാണ്. വിദുരരും മൈത്ര ഋഷിയായിട്ടുള്ള സംവാദമാണ്. ദേവഹൂതി ദേവി മകനായ കപിലമുനി, സാക്ഷാത് ഭഗവാൻ കപിലമുനിയായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവത്തിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്.
മൈത്രേയ ഉവാച ഇതി സ്വമാധുർനിരവധ്യാമീപ്സിതം നിശമ്യ പുംസാം അപവർഗവർദ്ധനം നന്ദ്യാത്മവതാം സതാം ഗതിർ ബഭാഷ ഇഷത് സ്മിത ശോഭിതാനന. മൈത്രഋഷി പറഞ്ഞു, ആധ്യാത്മിക അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും സാക്ഷാത്കാരത്തെക്കുറിച്ചുമുള്ള അമ്മയുടെ ആ ഒരു ആഗ്രഹം കേട്ടിട്ട് ഭഗവാൻ കപിലമുനി ആദ്യം അമ്മയോട് നന്ദി പറഞ്ഞു. കാരണം ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഭൗതിക ലോകത്തിൽ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ആധ്യാത്മിക ഉന്നതിക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ കപിലമുനിയുടെ അമ്മ ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കപിലമുനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടാണല്ലോ നമുക്കും ഇന്നത് ചർച്ച ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? എന്നേക്കും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ വളരെ ചിരിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് താല്പര്യമുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടുന്ന ആ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശ്രീ ഭഗവാനുവാച യോഗ ആധ്യാത്മികാ പുംസാം മതോ നിശ്രേയസ്യാമി അത്യന്തോ പരതീർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. ഭഗവാൻ പറഞ്ഞു, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ആ യോഗ പദ്ധതി ഭഗവാനും ആത്മാവുമായിട്ടുള്ള അതിനെയാണല്ലോ യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത്. ഇത് എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതിലൂടെ എല്ലാ തരത്തിലുള്ള സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിരക്തി ലഭിക്കും. ഭൗതിക ലോകത്തിലെ എല്ലാ സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിരക്തി ലഭിക്കും. ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഗ ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ആരോടാണോ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണത്, അല്ലേ? അതിനു മുമ്പായിട്ട് ഞാൻ പല പ്രാവശ്യം സത്സംഗത്തിൽ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ കയ്യിൽ നല്ലൊരു മൊബൈൽ ഫോൺ വേണം. അത് കൂടാതെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കവറേജ് ഉള്ള സ്ഥലമായിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എഡിറ്റ് ചെയ്യണം, അല്ലേ? ക്ഷമിക്കണം, ഇടയ്ക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് വൈഫൈ ഓക്കെ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കണമെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ വേണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് സിമ്മിനാണോ കവറേജ് ഉള്ളത്, ഏത് സിം പ്രൊവൈഡറിൻ്റെ ആണോ കവറേജ് ഉള്ളത്, അതേ സിം തന്നെ നമ്മൾ ഉപയോഗിക്കണം. ആ സിം ഇടണം, ആക്ടിവേറ്റ് ചെയ്യണം, റീചാർജ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ ആരെയാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ നമ്പർ നമ്മുടെ കയ്യിൽ കാണും, ഫോൺ നമ്പർ കാണും, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ഡയൽ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയായിട്ട് ഡയൽ ചെയ്ത് പിന്നെ ആ വ്യക്തി ഫോൺ എടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ വ്യക്തിയായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഈ കണക്റ്റഡ് ആകുന്നതിന് മുമ്പേ കുറേ പ്രോസസ്സുകളുണ്ട്. അതേപോലെയാണ് ഓരോ യോഗകളും, യോഗത്തിൻ്റെ ഓരോ പടികളും. അതായത് കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അപ്പോൾ ആ ഭക്തിയോഗത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഭഗവാനുമായിട്ട് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആവുന്നത്, ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഇവിടെ കപിലമുനി പറയുന്നത്. അതായത് ഈ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള സുഖത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിരക്തി ലഭിച്ച് ആത്മാവും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആ ഒരു അവസ്ഥയാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള യോഗ പദ്ധതി എന്ന് പറയുകയാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് പല പല പ്രോസസ്സുണ്ട്. അതായത് കർമ്മയോഗം, അതായത് നമ്മളൊരു പ്രവൃത്തി ഈ ലോകത്തിൽ എന്ത് ചെയ്താലും അതിൽ നിന്നുള്ള ഫലത്തിനോട് ആസക്തി വയ്ക്കാതെ ഇരിക്കുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ എല്ലാവരും ഫലത്തിന് വേണ്ടി മാത്രമാണ്, ഓരോ ഫലത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കർമ്മഫലത്തിലുള്ള ആസക്തിയെ വിടുക എന്നതാണ് യോഗയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യം ചെയ്യേണ്ടത്. നിസ്വാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള യോഗയല്ല, അങ്ങനെ ചില വ്യക്തികൾ വിചാരിക്കാറുണ്ട്. ഇനി ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് ഞാൻ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എൻ്റെ റിസൾട്ടിന് വേണ്ടി, അതിനെ കർമ്മയോഗമായിട്ട് കാണും. അത് കർമ്മയോഗം ആവുന്നില്ല. ഉദാഹരണത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടർ രാജമൗലി, ആള് ഏകദേശം ഒരു നിരീശ്വരവാദിയാണ്. അത് ഭക്തിയിലൊന്നും അധികം ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ സിനിമയിലൊക്കെ ഈശ്വരനെ വളരെ ഉന്നതനായിട്ടൊക്കെ കാണിക്കാറുണ്ട്, ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷെ ആള് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കർമ്മയോഗത്തിലാണ്. കർമ്മയോഗത്തിൽ എന്ന് പറഞ്ഞാൽ ഡു യുവർ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ആളെന്താണോ വിചാരിക്കുന്നത് അതാണ് ഡ്യൂട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പോലീസ് ഓഫീസർ ആളുടെ ഡ്യൂട്ടി ചെയ്യുന്ന എപ്പോഴായിരിക്കും? മേലധികാരികൾ പറയുന്ന എന്താണോ അത് ചെയ്യുമ്പോഴാണല്ലോ അത് ഡ്യൂട്ടി ആവുന്നത്. അല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്യുമ്പോൾ അത് ഡ്യൂട്ടി ആവുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള കർത്തവ്യങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല അത് കർമ്മയോഗമാവുന്നു. അത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്നൊരു വാക്ക് പ്രഭുപാദി യൂസ് ചെയ്യുന്നുണ്ട് കർമ്മത്തിന്. കർമ്മം എന്ന വാക്കിന് പ്രഭുപാദി പറയും പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോഴാണ് അത് കർമ്മം ആകുന്നത്. എന്നിട്ടത് കർമ്മയോഗമാകുന്ന എങ്ങനെയാണ്? ആ പ്രവൃത്തിയുടെ ഫലം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, അതിൽ നിന്ന് വിരക്തനായിട്ടിരിക്കുമ്പോഴാണ് അത് കർമ്മയോഗമാകുന്നത്. ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കമൻസിലിടാം. അങ്ങനെ ഫലത്തിലുള്ള ആസക്തി വിട്ട് നമ്മുടെ ഉള്ളിൽ അതീന്ദ്രിയ ജ്ഞാനം ഉദിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ പൊതുവെ പുറലോകത്തുള്ള ഒരു വ്യക്തികളോട് നമ്മൾ ശരീരമല്ല ആത്മാവാണ്, ഭഗവാന്റെ ആധ്യാത്മിക ലോകമുണ്ടെന്നൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാവത്തില്ല, തലയ്ക്കകത്തോട്ട് കയറത്തില്ല. കാരണം എന്താ? ഫലത്തിൽ ഒരു ശ്ലോകമുണ്ടത്, ഭോഗ ഐശ്വര്യത്തിൽ ആസക്തിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ, അതായത് സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഉയർന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ലോകത്തുള്ള സുഖഭോഗങ്ങളിൽ നിന്ന് വിരക്തനാകണമെങ്കിൽ നമ്മൾ അതിനുള്ള ആ ഒരു പ്രീ റിക്വിസിറ്റ്, അത് ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം. ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആസക്തി ഇല്ലാതെ പ്രവർത്തിച്ചു തുടങ്ങും. അത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. സോ ഇന്നത്തെ ആൾക്കാർ കർമ്മയോഗം പോയിട്ട് കർമ്മം പോലും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസർ ഇത് ഒന്നുകൂടി പറയണം ഗുരുദേവ്, ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? ഒന്നും കൂടെ മാതാജി പറയൂ, എന്താണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയൂ. അപ്പോൾ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, അതായത് എന്താണോ മേലധികാരികൾ പറയുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് ആ വ്യക്തിയുടെ ഡ്യൂട്ടി ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവോ? ഇല്ല. അപ്പം ഇതേപോലെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മമാണ്. എന്നിട്ട് അതേ ധർമ്മത്തെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഡയറക്ടറിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കാം. അദ്ദേഹം വിചാരിച്ചത് എന്താണ്? ഓക്കെ, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ സിനിമ ക്ഷമിക്കണം, ഇൻ്റർനെറ്റ് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ വൈഫൈ ഓഫ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ വ്യക്തി അവകാശപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ
ഞാൻ എൻ്റെ സിനിമ ഉണ്ടാക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ബോധേഡ് അല്ല. അങ്ങനെ പറയാൻ പറ്റുമോ ആ വ്യക്തിക്ക്? ഹീസ് ജസ്റ്റ് മേക്കിംഗ് പ്രോഫിറ്റിന് വേണ്ടിയല്ലേ ആൾ ഇത്രയും സിനിമയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആൾക്ക് അത് അവകാശപ്പെടാൻ പറ്റുമോ? ഇത് ഞാൻ റിസൾട്ടിൽ ഫോക്കസ്ഡ് അല്ല. കർമ്മയോഗമല്ലേ വേണ്ടത് എന്ന് ഗുരുവായൂരിൽ വെച്ച് ചോദിച്ചു. അതെ, അപ്പോൾ കർമ്മയോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. കർമ്മയോഗം, യോഗം എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നേരം ഭഗവാനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആകുമ്പോഴാണ് അത് കർമ്മയോഗം ആവുന്നത്. അന്നേരം എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ലോകത്തിനോടുള്ള ആസക്തിയിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. ഈ ലോകത്തിലുള്ള ആസക്തിയിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ അത് അറ്റ്ലീസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് ആണ് ഭഗവാനായിട്ട് കണക്റ്റഡ് ആവേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഈ ലോകമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാതെ നമുക്ക് എങ്ങനെയാണ് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നത്? അതായത് യോഗം എന്നൊരു വാക്കിന്റെ അർത്ഥം തന്നെ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകണം എന്നാണ്. അപ്പൊ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആകാതെ നമുക്ക് എങ്ങനെയാണ് കർമ്മയോഗം എന്ന് പറയാൻ പറ്റുന്നത്? അല്ലേ? ഇനി കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ബോധം, അതാണ് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അതായത് വീണ്ടും ആ ഒരു ഉദാഹരണം, വളരെ ലോജിക്കലായിട്ടുള്ള ഉദാഹരണമാണ് മൊബൈൽ ഫോണിൻ്റെ ഉദാഹരണം. നമ്മുടെ ഈ നല്ല മൊബൈൽ ഫോണുണ്ട്, സിമ്മും ഉണ്ട്, പക്ഷെ റീചാർജ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ആ ടവറിൻ്റെ സിഗ്നലുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുമോ? ഇല്ല. യൂസ് ചെയ്യാൻ പറ്റുമില്ല. അതേപോലെ നമ്മൾ പുറമെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് യോഗ എന്ന് പറയുന്നത്. അത് പുറമേ നമ്മളിങ്ങനെ കണ്ണടച്ച് ധ്യാനിക്കുന്നതായിട്ട് അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണക്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ കണ്ണടച്ച് ധ്യാനിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേ കണക്റ്റഡ് ഫോർ എവർ. അതാണ് ഭഗവാൻ പറയുന്നത്, യോഗിനാഭവി സർവേഷാം മദ്ഗതേ അന്തരാത്മന ശ്രദ്ധവാൻ ഭജതേ യോമാം. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ 6ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോഗി എന്നെ തന്നെ പരമ ലക്ഷ്യമാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി മാത്രം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ യോഗി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും വെറുതെ ഭഗവാൻ പറയുന്നതല്ലല്ലോ, അല്ലേ? അന്നേരം ഭഗവത്ഗീത യോഗശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യോഗ എന്താണെന്ന് അറിയണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. പക്ഷെ ഇന്ന് ആരും അതിനും മെനക്കെടാറില്ല. എല്ലാവരും കുറച്ച് ആസന പ്രക്രിയകൾ മാത്രം, യോഗാസനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയായിട്ട് മൊബൈലിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വേണം, അതിൽ സിപ്പ് വേണം, റീചാർജ് ചെയ്യണം, റീചാർജ് ആക്ടിവേറ്റ് ചെയ്യണം, ടവറുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ, പിന്നെ വിളിക്കേണ്ട ആ വ്യക്തിയുടെ നമ്പർ അറിഞ്ഞിരിക്കും. ഇതെല്ലാം ഇനിഷ്യൽ സ്റ്റെപ്സാണ്. അതേപോലെ ഭക്തിയോഗത്തിലേക്ക് എത്താനുള്ള ഇനിഷ്യൽ സ്റ്റെപ്സാണ് കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം. പിന്നെ ഭക്തിയോഗത്തിൻ്റെ ആ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പല വ്യക്തികളും അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹരേ കൃഷ്ണ, പല വ്യക്തികളും ഈ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഗുരുവായൂർ തന്നെ പല വ്യക്തികളും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവരൊക്കെ ഭക്തരാണ് എന്നാണോ? അല്ല, വിശ്വാസികളാണ്. ചിലപ്പോൾ അവർ കർമ്മയോഗം, ചിലപ്പോഴല്ല, ഏറിയ പങ്ക് ആൾക്കാരും കർമ്മയോഗം പോലും ആരംഭിച്ചിട്ടില്ല. കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക, അത് സ്വാർത്ഥതയോട് മുങ്ങി ജീവിക്കുന്നതല്ല. ഈ യോഗം എന്ന വാക്ക് വരുന്നതിന് മുമ്പേ കർമ്മം എന്താണെന്നാണ് പഠിക്കേണ്ടത്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം, നമ്മുടെ ഡ്യൂട്ടി. അത് ചെയ്യുമ്പോഴാണത് ശരിയാവും. മനസ്സിലായില്ലേ? നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അപ്പോൾ നമ്മളത് ആരോടും ചോദിക്കാറില്ലല്ലോ, നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ലേ ജീവിക്കാറുള്ളൂ. അപ്പോൾ അത് കർമ്മമാകത്തേ ഉള്ളൂ. കർമ്മം പോലും ആകുന്നില്ല. അത് ചിലപ്പോഴല്ല, ഏറിയ പങ്ക് ആൾക്കാരും വികർമ്മമാണ് ചെയ്യുന്നത്. വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിക്കുക.
അതിന് ആദ്യം എന്ത് വേണം? പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാകണം. പാപകർമ്മങ്ങൾ എന്തൊക്കെയാണ്? മത്സ്യമാംസാദികൾ കഴിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നത്, ചൂത് കളിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ 4 യമനിയമങ്ങൾ പാലിക്കണം. 4 പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? കലിയുഗത്തിലെ ധർമ്മം തിരുനാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 16 മാലയെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഇതൊരു ലക്ഷറി അല്ല, നെസസിറ്റിയാണ്. ലക്ഷറി നെസസിറ്റി ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഭാടമല്ല, ഇത് നമ്മുടെ ആവശ്യകതയാണ്. ആർഭാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാം അല്ലേ. ഒരു വലിയ ഒരു കൊട്ടാരം പോലുള്ള ഒരു വീട് അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു താമസിക്കാനൊരു വീട് അല്ലേ. അതേപോലെ നമ്മൾ നാമം ജപിക്കുക എന്ന് പറഞ്ഞ ഒരു ലക്ഷറി അല്ല, ഒരു ആർഭാടം. അതായത് ചില വ്യക്തികൾ അങ്ങനെയാണ് കരുതുന്നത്. ആർഭാടം എന്നൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ചില വ്യക്തികൾ എല്ലാം കഴിഞ്ഞ്, എൻ്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് ജീവിതാന്ത്യ വേളയിൽ വേറൊന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ നാമം ജപിക്കാനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ഹതഭാഗ്യരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർ വിചാരിക്കുന്നത് അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, അതൊക്കെ നമ്മൾ ജീവിതാന്ത്യ വേളയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ അമ്പലത്തിൽ പോയി കുറച്ച് നാമം ജപിക്കുക, അങ്ങനെ അതല്ല. അത് നമ്മുടെ നിത്യേന നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റണം ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നമ്മൾ ഭഗവാന് വേണ്ടി കൊടുത്താൽ ബാക്കി 22 മണിക്കൂറും നമുക്ക് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും സത്സംഗത്തിൽ പറയാറുണ്ട്, നമുക്കൊരു 8 മണിക്കൂർ മതി നമ്മുടെ ജോലി ചെയ്യാനായിട്ട്. ഈ നാമം ജപിക്കാൻ മടിയുള്ളവരാണ് പറയുന്നത്, എപ്പോഴും ഇങ്ങനെ ജപം മാലയും പിടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ജപിക്കാൻ മടിയുള്ളവരാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. അതായത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്നതല്ലല്ലോ അല്ലേ, അല്ലെങ്കിൽ ഉറങ്ങുന്നത് ഒരു ടൈം വേസ്റ്റ് അല്ലല്ലോ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി വേണ്ടുന്ന ആ കാര്യങ്ങളാണ്. മനസ്സിനൊരു സമാധാനം വേണം, അതേപോലെ ആത്മാവിന് ആനന്ദം വേണം. അതിനു വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചേ പറ്റൂ. നിത്യേന ഒരു 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കണം. അപ്പോൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതൊരു 16 മാല. 8 മണിക്കൂർ ജോലി ചെയ്യാൻ മതി. 8 മണിക്കൂർ നമ്മുടെ ശരീരത്തിനും, വീണ്ടും 8 മണിക്കൂർ വീണ്ടും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമയം വെറുതെ കളയുന്നതാണ് പ്രശ്നം. ടി വിയുടെ മുമ്പിലിരുന്നും മറ്റുള്ളവരോട് വാചോടിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ സമയം കളയാണ്. പക്ഷെ 8 മണിക്കൂർ ജോലി ചെയ്താലും 8 മണിക്കൂർ വീട്ടിലെ കാര്യങ്ങളും അതും ഇതും എല്ലാം ചേർത്ത് 8 മണിക്കൂർ, അതിന് 8 മണിക്കൂർ ശരീരമാണെങ്കിൽ വീണ്ടും 8 മണിക്കൂർ നമുക്കുണ്ട് ഭഗവാന് വേണ്ടി കൊടുക്കാൻ. അങ്ങനെ ആ 8 മണിക്കൂർ നമ്മൾ കൊടുത്തില്ലെങ്കിലും 4 മണിക്കൂറെങ്കിലും കൊടുക്കാമല്ലോ. 4 മണിക്കൂർ പറ്റിയാൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ തിരുനാമം ജപിക്കാൻ ആർക്കാ സമയമില്ലാത്തത്? പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു താല്പര്യമില്ല, മടിയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഈ ഒരു നാമജപത്തിൽ നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ വരും. കാരണം അത് ഭഗവാനായിട്ട് കൊണ്ടുവരുന്നതല്ല, നമുക്ക് ഭഗവാന്റെ ഒരു ആവശ്യമുണ്ട്. ചില വ്യക്തികൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ ആയിട്ട് കാണുന്നുണ്ട്, സാങ്കല്പികമായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. എന്തിനു വേണ്ടി? നമുക്ക് ഒരാൾ നമ്മളെ നോക്കാനുണ്ട് എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും എന്നതിൻ്റെ പേരിൽ നമ്മളൊരു ദൈവത്തിൻ്റെ സങ്കല്പം ഉണ്ടാക്കിയതാണെന്ന് ചില വ്യക്തികൾ പറയും. അന്നേരം അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ സങ്കല്പിച്ചെടുത്ത സിദ്ധാന്തമാണിത്. അതായത് അവരുടെ ഈ സിദ്ധാന്തമാണ് സാങ്കല്പികമായിട്ടുള്ളത്. നമ്മൾ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. അത് കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതൊരു വസ്തുവകകൾ നമ്മൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും, ഒരു സിസ്റ്റം കാണാൻ പറ്റും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഓട്ടോമാറ്റിക്കലി വന്നു എന്ന് കരുതിയാലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എല്ലാ വസ്തുവിൻ്റെ പുറയിലും ആ ഓട്ടോമേറ്റഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രെയിൻ, ഒരു ഇൻ്റലിജൻസ് അതിൻ്റെ പുറയിലുണ്ട്.
അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് ആരാണെന്ന് നമ്മൾ അന്വേഷിക്കാൻ പോവാറില്ല. നമ്മൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കാണാറില്ല. നമ്മൾ ആരാണെന്നും ചിന്തിക്കാറില്ല. നമ്മൾ എവിടുന്ന് വരുന്നു എന്നും ചിന്തിക്കാറില്ല. ഇനി എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഒരു പ്ലാനിങ്ങും നമുക്കില്ല. നമ്മൾ ഈ ഒരു ജന്മത്തിലെ താൽക്കാലിക ജീവിതത്തെ മാത്രം സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരും മരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം മരിക്കും. മരണത്തിന് ശേഷം നമ്മുടെ യാത്ര എങ്ങോട്ടായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്താറില്ല. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യമാണത്. എന്ത്? നമ്മൾ എവിടുന്ന് വരുന്നു, ഇനി എങ്ങോട്ടായിരിക്കും പോകുന്നത്? എൻ്റെ ജീവിതം എങ്ങനെ ആയി? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ലോകത്തിൽ വന്ന് പെട്ടു? ഈ ചോദ്യമൊക്കെ നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. അതാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അഥതോ ബ്രഹ്മജിജ്ഞാസ. മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തെ, ഈ ഭൗതിക ലോകത്തിനപ്പുറത്തായിട്ടുള്ള ആ ശാശ്വത ആധ്യാത്മിക ഊർജം എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ ഒരു അന്വേഷണം, ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് യോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ? കപിലമുനി പറയുന്നത് യോഗത്തിൻ്റെ പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധം ഉണ്ടാകുക എന്നതാണ്. അതോ ആ ബന്ധം എങ്ങനെയായിരിക്കും? ഈ ഭൗതിക ലോകത്തിലെ സുഖത്തിനോടും ദുഃഖത്തിനോടും നമുക്ക് വിരക്തി തോന്നണം. സുഖത്തിനോടും ദുഃഖത്തിനോടും വിരക്തി തോന്നണം എന്ന് പറയുന്നു. അതായത് താല്പര്യമില്ലായ്മ. ഈ ലോകത്ത് ഒരു ഭക്ത പറയുന്നു, സ്വാമിജി മരണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് ജപമാല ജപിക്കാം? ജപത്തിന് പുലയൊന്നുമില്ല. ജപത്തിൽ എപ്പം വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അത് കുഴപ്പമില്ല കേട്ടോ. ഹരേ കൃഷ്ണ. ജപം എപ്പോഴും പരിശുദ്ധമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം നമ്മൾ ജപിക്കുന്നത് തുളസിയിലാണ്. തുളസി ശുദ്ധമാണ്. പിന്നെ അമ്മമാർക്ക് ആ പീരിയഡ്സിൻ്റെ ടൈമിൽ മാത്രം അത്, കാരണം ജപമാല നമ്മൾ ചിലപ്പോൾ ഭഗവാന്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോകത്തില്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് മാത്രം ക്ലിക്കറിൽ ജപിക്കാം. അല്ലാത്ത സമയത്ത് കുഴപ്പമില്ല കേട്ടോ. ജപം ഒരിക്കലും ഒരു തടസ്സമല്ല ഒരു കാര്യത്തിനും. ജപം മംഗളമാണ്. ആർക്കും, മരിച്ചൊരു വ്യക്തിക്കും ജപിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ടെങ്കിൽ അത്രത്തോളം ആ വ്യക്തിക്കും അനുഗ്രഹം കിട്ടും. അപ്പോൾ ഈ ലോകത്തിലുള്ള സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും നമ്മൾ വിരക്തരായിരിക്കണം പറയുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിനെ മഗ്നമാക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സുഖം ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലിങ്ങനെ മതിമറന്ന് ഇങ്ങനെ പോകും അല്ലേ? ഇനി നമ്മൾ ദുഃഖിതരാകുമ്പോഴും നമ്മുടെ മനസ്സ് അതിൽ തന്നെയായിരിക്കും. നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല അല്ലേ? എല്ലാവരും അവരുടെ അഭിപ്രായം പറയും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും, ഭയങ്കര ഉത്സാഹമായിരിക്കും എല്ലാത്തിനും. അതിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്നുപോകും അല്ലേ? നമ്മൾ ആരാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ മറന്നുപോകും. ഇനി നമ്മൾ വളരെയധികം ദുഃഖത്തിലായാലും എന്തു പറ്റും? നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ഉത്സാഹം കാണത്തില്ല. എന്നാൽ ഇത് രണ്ടും നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യത്തിന് തടസ്സമാണ്. അതുകൊണ്ടാണ്, അതായത് സുഖത്തിൽ മഗ്നമായി ഇരിക്കുമ്പോൾ നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ മഗ്നമായിപ്പോകും. വിരക്തിയിലിരിക്കുമ്പോൾ, അല്ല, ഈ ദുഃഖത്തിലിരിക്കുമ്പോൾ അതും, അതായത് ഇത് രണ്ടും ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള, ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മൾ വിരക്തരായി ഇരിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. നമ്മൾ ആരാണ്? നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ ഭഗവാന്റെ ലോകത്ത് നിന്ന് വരുന്ന ജീവാത്മാക്കളാണ്. നിർഭാഗ്യവശാൽ നമ്മൾ എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിൽ നിന്ന് മുക്തരായെങ്കിലേ നമുക്ക് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും വരുന്നത് 24 മണിക്കൂറിൽ. ആ ചിന്തകൾ എന്തിനെക്കുറിച്ചൊക്കെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളായിരിക്കും. സത്യമല്ലേ? പ്രത്യേകിച്ച് പുറത്ത് ജീവിക്കുന്ന ഭക്തർ അല്ലേ? ഇപ്പോൾ ആശ്രമത്തിലാകുമ്പോൾ എല്ലാ പ്രവൃത്തികളും ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട്
അറിഞ്ഞോ അറിയാതെ നമ്മൾ ഭഗവാനിലേക്ക് അങ്ങ് ഭഗവത് ചിന്തകളിലേക്ക് അങ്ങ് പോകും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും പിന്നെയും ക്രമേണ അങ്ങ് തിരിച്ചു വരും. പക്ഷെ പുറലോകത്താകുമ്പോൾ നമ്മൾ വി ആർ ഫോഴ്സ് ടു തിങ്ക് അബൌട്ട് തിങ്സ് വിച്ച് വി ഡോണ്ട് വാണ്ട് ടു തിങ്ക്. പുറലോകത്താകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാൻ നിർബന്ധിതരാക്കിക്കൊണ്ടിരിക്കും ചുറ്റുപാടുകൾ. വി ആർ ഫോഴ്സ് ടു തിങ്ക്. വി ആർ ഫോഴ്സ് ടു തിങ്ക് അബൌട്ട് തിങ്സ് വിച്ച് വി ഡോണ്ട് വാണ്ട് ടു തിങ്ക്. പല പരസ്യങ്ങളാണെങ്കിലും ബിൽ ബോർഡ്സ് ആണെങ്കിലും ഓരോ വ്യക്തികളുടെ സംസാരം, പലതരത്തിലുള്ള വ്യക്തികൾ, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം നമ്മളെ ഇങ്ങനെ വലിച്ചു പുറം ലോകത്തോട്ട് അങ്ങും കൊണ്ടുപോകും. നമുക്കതിലൊന്നും താല്പര്യമില്ല, പക്ഷെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ലോജിക്കാണ്. ഈ ലോകത്തിലെ സുഖത്തിൽ നമ്മൾ ആസക്തരായി കഴിഞ്ഞാൽ എന്തു പറ്റും? അത് ഏത് ലോകമായിട്ട് ബന്ധപ്പെട്ട സുഖമാണ്? ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട സുഖമാണ്, ഈ ഒരു ശരീരമായിട്ട് ബന്ധപ്പെട്ട സുഖമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റക്കായി പോകും. മന ഏവ ഹി മനുഷ്യാനാം. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകളിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട സുഖങ്ങളാണ് ചിന്തകൾ എങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. ഇനി ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ദുഃഖത്തിലാണ്ട് പോവുകയാണെങ്കിൽ, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചല്ലോ, അയ്യോ ഇത് സംഭവിച്ചല്ലോ, അത് സംഭവിച്ചല്ലോ, അപ്പോഴും നമ്മളിവിടെ സ്റ്റക്കായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിരക്തരായി ഭഗവാനുമായിട്ട് പരമോന്നത കണക്ഷൻ, അതാണ് യോഗ എന്ന് പറയുന്നത്. സുഖത്തിൽ മഗ്നരായി പോകാനും പാടില്ല, ദുഃഖത്തിൽ അങ്ങ് വീണു പോകാനും പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതിന് നമ്മൾ ക്രമേണ ആദ്യം എന്താ വേണ്ടത്? കർമ്മഫലത്തിൽ നിന്ന് ആസക്തി വിടണം. ആദ്യം നമ്മൾ കർമ്മം ചെയ്യാൻ പഠിക്കണം. എന്താണ് കർമ്മം? പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത്. അപ്പോൾ അതാണ് ധർമ്മം, അതാണ് കർമ്മം. ഇനി അത് ചെയ്യുമ്പോൾ ഫലത്തിൽ ആസക്തി വെക്കാൻ പാടില്ല. അതായത് എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല. ഐ വിൽ ജസ്റ്റ് ഡു മൈ ഡ്യൂട്ടി നോ മാറ്റർ വാട്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്തവ്യ നിർവഹണം ചെയ്യും. ഒരു വ്യക്തി കുടുംബത്തെ നോക്കുന്നത് ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റുമോ? ധർമ്മം എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അതൊരു ഡ്യൂട്ടിയാണ്. പക്ഷെ ഒരു പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം നോക്കണം. ഓക്കെ, കുറച്ചും കൂടി ഒരു ബെറ്റർ ഉദാഹരണം പറയുകയാണെങ്കിൽ, അതേ ഓഫീസർ ആളുടെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കുന്നു, പക്ഷെ ആ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താണ്? ക്രൈം തടയുക എന്നതാണ്. അപ്പോൾ ക്രൈം നടക്കുന്ന സമയത്ത് ആൾ അവിടെ പോകാതെ ക്രൈം നടന്നതിന് ശേഷം പോകുന്നു, ക്രൈമിനെ തടയാൻ ശ്രമിക്കുന്നില്ല. ആൾ പേടിക്കുന്നു, അയ്യോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ കുടുംബത്തിന് ആരുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുമോ? അവിടെ കർമ്മം ചെയ്യുന്നില്ല, അവിടെ ആസക്തി വരികയാണ്. പക്ഷെ അതിന് പകരം റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല, എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഐ ഹാവ് ടു ഡു മൈ ഡ്യൂട്ടി. എൻ്റെ കർത്തവ്യം എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. ഓക്കെ, അതിനെയാണ്. പക്ഷേ ഇത് ഭൗതിക ലോകത്തിലൊരു ഉദാഹരണമാണ്. അന്നേരം എങ്ങനെയാണോ ഒരു പോലീസ് ഓഫീസറിന് സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഒരു പ്രതിബദ്ധത ഉള്ളത്, ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാനോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കമൻസിലിടും. അപ്പോൾ ഈ രാജ്യം നടക്കുന്നത് ഒരു ഒരു ഗവൺമെൻറ് നടത്തുകയാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ സിസ്റ്റമുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിനുമുണ്ട്, അല്ലേ? അതേപോലെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം അനുസരിച്ചാണ്. അപ്പോൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്നിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ വിരക്തരായിരിക്കണം, നമ്മൾ ആസക്തരാകാൻ പാടില്ല. അതായത് നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇതാണ് കർമ്മയോഗം. പക്ഷെ ആൾക്കാർ വേറെ എന്തൊക്കെയോ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം ക്ലിയർ ആയോ കർമ്മയോഗം എന്താണെന്ന്?
അല്ലേ? പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർമ്മയോഗത്തിന്റെ ഹയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അതാണ് ഹയസ്റ്റ് ഫോം ഓഫ് കർമ്മയോഗ. ഒന്ന് നമ്മൾ നമ്മൾ അതായത് ഇപ്പോ എങ്ങനെയാ പറയാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നതാണ്. പക്ഷെ അത്രത്തോളം നമ്മൾ ഉയർന്നിട്ടില്ല എങ്കിൽ, അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഭഗവാനോട് ഇല്ല എങ്കിൽ, പിന്നെ ഭഗവാൻ എന്ത് പറയും? ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യൂ, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഭഗവാന്റെ ശാസ്ത്രാനുസൃതമായിട്ടുള്ള നിയമ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ, കാരണം അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഭഗവാനോട് ഇല്ലെങ്കിൽ, ഭഗവാൻ പറയും ശരി, നിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചോ, പക്ഷേ നിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത് പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. നിന്റെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നീ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് അത് കർമ്മമാവുക. ക്ലിയർ ആയോ? ഇനി അത് ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത ലെവലിലേക്ക് ഉയരണമെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതേ സമയത്ത് അതിലൂടെ കിട്ടുന്ന ലാഭത്തിൽ ആസക്തനായി ഇരിക്കത്തില്ല. അതിനെയാണ് കർമ്മയോഗം. അത് ഓക്കെ ആണ്. അതായത് ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒരു ക്ഷത്രിയൻ ഭഗവാൻ അർജുനോട് പറയുന്നില്ലേ, അർജുന നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ കർത്തവ്യം എന്താണ്? സാധു ജനങ്ങളെ സംരക്ഷിക്കുക, സ്ത്രീ ജനങ്ങളെ, കുട്ടികളെയും നിസ്സഹായരായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കുക എന്നതാണ് ക്ഷത്രിയന്റെ കർത്തവ്യം. അപ്പോ ആ ക്ഷത്രിയ ധർമ്മം പാലിക്കുക. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ ജീവാത്മാക്കളും എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത്. ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ സേവനം ചെയ്യുകയാണ്. പക്ഷെ ചില വ്യക്തികൾക്ക് ആ ക്ഷത്രിയ ശൗര്യം വീര്യം പ്രദർശിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഭഗവാൻ പറയും ഓക്കെ, നീ ക്ഷത്രിയനായിക്കോളൂ, പക്ഷെ നിന്റെ ശൗര്യവും വീര്യം എവിടെയാണ് കാണിക്കേണ്ടത്? അധർമ്മത്തിനെതിരെ കാണിക്കുക, അല്ല സാധുജനങ്ങളോടല്ല കാണിക്കേണ്ടത്. അപ്പൊ എന്തായി? അത് കറക്റ്റായി. ഇനി ആ ക്ഷത്രിയന്മാരിൽ ഉയർന്ന ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശൗര്യവും വീര്യവും പ്രദർശിപ്പിക്കുന്നു, പക്ഷെ ആൾക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് ആൾ ചിന്തിക്കാറില്ല. ആൾക്ക് കിട്ടുന്ന പേര്, പ്രശസ്തി, അംഗീകാരം അതിൽ താല്പര്യപ്പെടാറില്ല. അപ്പോൾ ആ വ്യക്തി കർമ്മയോഗത്തിൽ ഉയർന്നു. പക്ഷെ അതേ വ്യക്തി ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ അത് കർമ്മയോഗത്തിന്റെ പരമോന്നത അവസ്ഥയായി. അത് പിന്നെ കർമ്മയോഗമല്ല, ഭക്തിയോഗത്തിലേക്ക് എത്തി. അതാണ് ഒരു യോഗത്തിന്റെ ആ ഒരു സ്റ്റെപ്സ് ഉണ്ടല്ലോ, വളരെ കിടിലമാണ്. അതായത് ആ കർമ്മയോഗത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഭക്തിയോഗത്തിലേക്ക് പോകാൻ പറ്റും ഒരു വ്യക്തിക്ക്. ജ്ഞാനയോഗത്തിൽ നിന്നും ഡയറക്റ്റ്ലി ഒരാൾക്ക് ഭക്തിയിലേക്ക് ഉയരാൻ പറ്റും. ധ്യാനയോഗത്തിൽ നിന്നും നാച്ചുറലി ധ്യാനയോഗത്തിന്റെ പരിപക്വ അവസ്ഥയിൽ ഭക്തിയിലേക്ക് എത്തും. ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ മറ്റുള്ള യോഗ പദ്ധതികളെല്ലാം എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗത്തിന്റെ പരമോന്നത അവസ്ഥയിൽ നമ്മൾ ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. അതിലേക്ക് എത്താനുള്ള വഴികളാണ് എങ്ങനെ ഓരോരോ യോഗ, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഇതൊക്കെ. അന്നേരം ജസ്റ്റ് ലൈക്ക് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു, സിം എടുക്കുന്നു, റീചാർജ് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു, ടവറുള്ള സ്ഥലത്തിരിക്കുന്നു, പിന്നെ ആരെയാണോ വിളിക്കേണ്ടത് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ കിട്ടണം. അന്നേരം ആ ഫോൺ നമ്പർ വരെ കിട്ടുന്ന ആ പ്രോസസ്സാണ് എല്ലാ യോഗത്തിന്റെ പടികൾ. പക്ഷെ ഏറ്റവും ഹയസ്റ്റ് യോഗ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ ആരുമായിട്ടാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയായിട്ട് സംസാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ കപിലമുനി പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കേൾക്കാം. തമിമം തേ പ്രവക്ഷ്യാമി യമവൗചം പുരാണഗേ ഋഷീണാം ശ്രോതു കാമാനാം യോഗം സർവാംഗനൈപുനം. ഇപ്പം കപിലമുനി പറയാ, എൻ്റെ പുണ്യവതിയായ അമ്മേ, ആ പുരാതനമായിട്ടുള്ള യോഗ പദ്ധതി ഇതിനു മുമ്പേ ഞാൻ പല പല ഋഷിമാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നു തം ഇമം
തേ പ്രവക്ഷ്യാമി യം അവോചം പുര അനഘേ. അനഘേ എന്ന് പറഞ്ഞു. അനഘേ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവർ എന്നാണ് പറയുന്നത്. അന്നേരം അനഘേ ഋഷീണാം ശ്രോതുകാമാനാം. എത്രയോ ഋഷിമാർ വളരെ ആഗ്രഹത്തോടുകൂടി കേട്ട ആ കാര്യം. യോഗം സർവാംഗ നൈപുണം. സർവാംഗണ നൈപുണം. നൈപുണം എന്ന വാക്ക് പ്രഭുപാദജി ഇവിടെ പറയുന്നു. വളരെ എളുപ്പത്തിൽ ആർക്കും പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ കപിലമുനി പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പുണ്യവതിയായ അമ്മേ, അന്നേരം എന്തുകൊണ്ടാണ് പുണ്യവതി എന്ന് പറയുന്നത്? കാരണം പുണ്യമുള്ളവർക്കേ ഇത് മനസ്സിലാവും. അതുകൊണ്ട് അതായത് പൊതുവേ നമ്മളിവിടെ ഒരിക്കലും ഫെമിനിസമോ മെനിസമോ പറയുന്നതല്ല. പക്ഷെ പൊതുവേ ഒരു സ്ത്രീ ശരീരത്തിനകത്ത് ഇരിക്കുമ്പോൾ ഉയർന്ന ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കാൻ വലിയ പാടാണ്. കാരണം നമ്മൾ ആണോ പെണ്ണോ എന്നുള്ള രീതിയിലല്ല. പക്ഷെ ആത്മാവെന്ന് പറയുന്നത്, ആത്മാവിന് ലിംഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആത്മാവ് പൊതുവേ അത് ആത്മാവിൻ്റെ ആഗ്രഹം അനുസരിച്ചിരിക്കും. ആത്മാവിനൊരു സ്ത്രീ രൂപത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ സ്ത്രീ രൂപം ലഭിക്കും. ഇനി ആത്മാവിനൊരു ആൺ രൂപത്തിലാണ് ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അതും ലഭിക്കും. ആത്മാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. മനസ്സിലായില്ലേ? ഇനി പക്ഷെ ഈ ഭൗതിക ലോകത്തിലെ ശരീരം, ഒരു ആണിൻ്റെ ശരീരവും ഒരു സ്ത്രീയുടെ ശരീരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു പ്രത്യേക ഡിസൈനാണ്. അപ്പോൾ ആൺ ശരീരം ലഭിച്ച വ്യക്തികൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഭക്തി പരിശീലിക്കാനായിട്ട്, തപസ്യ ചെയ്യാനും അതൊക്കെ. ഇപ്പോൾ സ്ത്രീ ശരീരം ആകുമ്പോൾ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് തപസ്യ ചെയ്യാനായിട്ട്. പക്ഷെ കലിയുഗത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് വ്യാസമഹർഷി പറയുന്നത് ശ്രീമദ് ഭാഗവത്തിൽ, കലിയുഗത്തിലെ സ്ത്രീകൾ ശ്രേഷ്ഠരാണ്. കാരണം അവർക്ക് ആധ്യാത്മിക കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണും. കലിയുഗത്തിലെ ശൂദ്രരും ശ്രേഷ്ഠരാണ്. കാരണം അവർക്കും ഭക്തിയിൽ ഒരുപാട് ആഗ്രഹം കാണും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉന്നത കുല ജാതരല്ലാത്തവർ. എന്നാൽ ഇവിടെ ജാതി പറയുന്നതല്ല. ആരാണോ ഉന്നത കുലത്തിൽ ജനിക്കാത്ത അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യം കാണുന്നത്. പക്ഷെ ഉന്നത കുലത്തിൽ, അതായത് ബ്രാഹ്മണര്, ക്ഷത്രിയര്, അങ്ങനെയുള്ള കുലത്തിലൊക്കെ ജനിച്ചവർക്ക് ഇതിലൊന്നും അധികം താല്പര്യം കാണത്തില്ല. അവരിങ്ങനെ അതോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അവരങ്ങോട്ട് ഇറങ്ങത്തില്ല. ഭക്തിയുടെ ആ ഒരു രസത്തെ ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതാ പുണ്യവതിയായിട്ടുള്ള അമ്മ, എൻ്റെ പ്രിയ പുണ്യവതിയായ അമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്മ സാധാരണ സ്ത്രീയല്ല, അതീവ പുണ്യവതിയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലാവും. അതായത് വലിയ വലിയ ഋഷിമാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഉന്നത യോഗ പദ്ധതി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം അമ്മ ഒരു സാധാരണ സ്ത്രീയല്ല. അതുകൊണ്ട് അന്നേരം അമ്മയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായി കാണും. അന്നേരം മോനെ, ഇത്രയും വലിയ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എനിക്കെങ്ങനെ മനസ്സിലാവുന്നല്ലേ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, നൈപുണം. അമ്മ വിഷമിക്കാതെ, വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. അമ്മ കേട്ടു നോക്കൂ. വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ എളുപ്പത്തിൽ അമ്മയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന യോഗ പദ്ധതിയാണ് ഞാൻ പറയുന്നത്. എന്തുമല്ലേ ഭഗവാന്റെ അവതരണ രീതി, എന്തുമല്ലേ? പിന്നെ പ്രഭുപാജിയുടെ ആ ഒരു വിവർത്തനം അടിപൊളി. ജയ പ്രഭുപാദ്. ഇനി അടുത്ത ശ്ലോകത്തിലിടാം. ചേതാഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നു, ബദ്ധാവസ്ഥ എന്താണ്? ഇനി മുതൽ എല്ലാവരും കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്കുമായിട്ട് ഇരിക്കണം. കാരണം ഇനി മുതലുള്ളത് ആ സാഖ്യയോഗം കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലോ ആണ്, സൂപ്പറാണ്. അന്നേരം അതെല്ലാവരും കേൾക്കണം. അന്നേരം ഭഗവാൻ പറയുന്നു ബദ്ധാവസ്ഥ. ഇപ്പോൾ നമ്മൾ ബദ്ധാത്മാക്കളാണ്. ഈ ബദ്ധാത്മാക്കൾ എന്ന് പറയുന്ന അവസ്ഥ എന്താണ് എന്ന് പറയുന്നു. അന്നേരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ കപിലമുനി ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേ സമയത്ത് അതും അതിമനോഹരമായിട്ട് നമ്മുടെ ശില പ്രഭുപാദ്ജി വിവർത്തനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജയ പ്രഭുപാദ്, ബ്രഹ്മമത ഗൗഡിയ വിഷ്ണു സമ്പ്രദായിക്ക് ജയ. അപ്പോൾ എന്താണ് ബദ്ധാവസ്ഥ? അപ്പോൾ കപിലമുനി പറയുകയാണ്, ഒരു ജീവാത്മാവിൻ്റെ
ബോധ അവസ്ഥയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവാത്മാവിന്റെ അവബോധത്തിന്റെ അവസ്ഥയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ അവസ്ഥ? ആ അവസ്ഥയിൽ ഒരു ജീവാത്മാവ് ത്രിഗുണങ്ങളിൽ ആകർഷിതനായിട്ടിരിക്കുന്ന അവസ്ഥ. അതായത് ഒരു ജീവാത്മാവിന്റെ ബോധം ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലായി? വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആയോ? എന്താണ് ബദ്ധാവസ്ഥ? എല്ലാവരും കമന്റ്സിലിട്ടെ. ഒരു ജീവാത്മാവിന്റെ ബോധം എപ്പോഴാണോ ത്രിഗുണങ്ങളിൽ ആകർഷിതനായും ആസക്തനായിട്ടും ഇരിക്കുന്നത്, ആ അവസ്ഥയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ബോധം. അപ്പൊ എന്താണ് ഈ ബോധം എന്ന് പറഞ്ഞാൽ? ശ്രീല പ്രഭുപാദ് പറയുന്നു, ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ബോധം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോൺഷ്യസ്നസ് ഈസ് ദ സിംറ്റം ഓഫ് ദ സോൾ എന്ന് പറയുന്നുണ്ട്. കോൺഷ്യസ്നസ് ഈസ് എ സിംറ്റം ഓഫ് ദ സോൾ. ആത്മാവിന്റെ പ്രവണത, ആത്മാവിന്റെ ലക്ഷണം, ആത്മാവുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് അവബോധം, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഒരു ആത്മാവ് ഒരു ശരീരത്തിനകത്തുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ത്? ബോധം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ആത്മാവുണ്ട്, പക്ഷെ എന്നാലും ശരീരമായിട്ട് ഫുള്ളി പ്രവർത്തിക്കുന്നില്ല. പക്ഷെ നമുക്ക് ആ ശ്വാസം കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? അന്നേരം ആത്മാവ് ആ ശരീരത്തിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് പറ്റുന്നത്? ആ ഒരു ശ്വാസോച്ഛ്വാസം, അല്ലേ? അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒരു ചലനമില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം, ശരീരത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ആത്മാവിന്റെ ബോധത്തെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ആത്മാവ് ശരീരത്തിലുണ്ടെങ്കിൽ എന്തു പറ്റും? ആ ശരീരം പ്രവർത്തിക്കും, അല്ലേ? അന്നേരം ശരീരം പ്രവർത്തനരഹിതമാകുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ ആത്മാവില്ല എന്നാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആത്മാവ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്? ആത്മാവ് ഇരിക്കുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് തന്നെ, ആത്മാവ് ഇരിക്കുന്നത് കൊണ്ട് മാത്രം ആത്മാവിൽ നിന്ന് വരുന്ന ഒരു ഊർജം, ബോധം, അതാണ്. അതായത് ഇപ്പോൾ ഒരു വലിയ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലുള്ള ഒരുപാട് പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു മെഷീൻ. ആ മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ അതിലെന്താ വേണ്ടത്? ഇലക്ട്രിസിറ്റി, അല്ലേ? ആ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ആ മെഷീന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു എനർജിയാണ് അതിനെ റൺ ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? ഇതേപോലെ ആത്മാവിൻ്റെ ഒരു എനർജി, അതാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ആത്മാവിൽ നിന്ന് വരുന്ന ആ ഒരു ഊർജമാണ് ഈ ശരീരത്തെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ആത്മാവിന്റെ ലക്ഷണം, ആത്മാവിൽ നിന്ന് വരുന്ന ആ ഊർജമാണ് എന്ത്? ബോധം എന്ന് പറയുന്നത്. അന്നേരം ആത്മാവിന്റെ ആ ബോധം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ, ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ നമ്മൾ ഈ ശരീരമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ ആത്മാവിന്റെ ബോധം മനസ്സിന്റെ ചിന്തകളിലൂടെ ഈ ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ കണക്റ്റഡ് ആവും. അപ്പോൾ ബോധത്തെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ, അതാണ് നമ്മുടെ ബോധം. നമ്മുടെ പ്രവർത്തനങ്ങൾ, അതാണ് നമ്മുടെ ബോധം. ക്ലിയർ ആയോ? അതായത് ഒരു വ്യക്തിയുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി ഏത് ബോധത്തിലാണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾക്കനുസരിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി ഏത് ബോധത്തിലാണ്. പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും ഒരാളുടെ ബോധത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അവരവരുടെ ചിന്തകൾക്കനുസരിച്ച് അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ബോധത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ ഉയർന്ന ചിന്താഗതിയാണെങ്കിൽ ഉയർന്ന അവബോധത്തിലിരിക്കും. നമ്മളുടെ ചിന്താഗതി തറ ചിന്താഗതിയാണെങ്കിൽ നമ്മൾ തറ വ്യക്തികളാണ്, അല്ലേ? അപ്പോ ചിന്തകളെ ഉയർത്തൂ, ബോധത്തെ ഉയർത്തൂ. വാക്കുകളെ നിയന്ത്രിക്കൂ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ, ബോധത്തെ ഉയർത്തൂ. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും സംസാരവും ഉയർന്ന നിലവാരത്തിലാവുമ്പോൾ എന്താവും? ബോധം ഉയർന്ന നിലവാരത്തിലാണ്. നമ്മുടെ ചിന്തകൾ ഉയർന്ന നിലവാരത്തിലാവുമ്പോൾ ബോധം ഉയർന്ന നിലവാരത്തിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇത് വേറെ രീതിയിലുണ്ട്. ബോധം ഉയർന്നിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തകൾ ഉയർന്നു വരും, വാക്കുകളും പ്രവൃത്തികളും ബോധത്തിനനുസരിച്ച് ഉയർന്നു വരും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിളാണ്. അപ്പോൾ നമ്മൾ സത്സംഗത്തിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഗുരു പരമ്പരയുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ആ ബോധം നമ്മുടെ ബോധത്തെ അങ്ങ് ഉയർത്തും. അവരിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ചെവിയിലൂടെ ഹൃദയത്തിൽ പ്രവേശിച്ച് നമ്മുടെ ബോധത്തെ അങ്ങ് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ചിന്തകൾ ഉയരും, നമ്മുടെ ആഗ്രഹങ്ങൾ ഉയരും, പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ ഉയരും. അതിനെയാണ് അസോസിയേഷൻ, സാധു സംഘം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാധു സംഘത്തിലൂടെ നമ്മുടെ ബോധം അങ്ങ് ലിഫ്റ്റ് ആവും. അങ്ങനെ ബോധം ലിഫ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തകളും ആഗ്രഹങ്ങളും സംസാരവും പ്രവൃത്തിയൊക്കെ എങ്ങനെയാണ്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും ഈ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ നമ്മുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു. പക്ഷെ ആ സത്സംഗത്തിലൂടെ നമ്മൾ ആ ഭഗവാന്റെ വചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോധം ഉയരുന്നു, അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ ഉയരുന്നു, നമ്മുടെ പ്രവൃത്തികളും സംസാരമൊക്കെ ഉയരുന്നു, അല്ലേ? അതാണ് ഇനിഷ്യൽ സ്റ്റേജ്. ഇനി നമുക്ക് നേരത്തെ എന്താണ് സംഭവം എന്ന് മനസ്സിലാവത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെയാണ് ഗുരുവിൻ്റെ കാരുണ്യം വരുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഉയർന്ന ബോധം പോയിട്ട് ബോധം എന്താണെന്ന് പോലും ഒരു ബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അവിടെ. ഓം അജ്ഞാന തിമിരന്തസ്യ, അജ്ഞാനത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ നിന്നാണ് ഗുരു നമ്മളെ ഉയർത്തുന്നത്. ഗുരുഭ്യോ നമഃ. അപ്പം ഗുരു എന്ത് ചെയ്യുന്നു? നമ്മളെ അങ്ങ് ഉയർത്തും, നമ്മുടെ ബോധത്തെ അങ്ങ് ഉയർത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ വർഷങ്ങളായിട്ട് കോമയിൽ കിടന്നിട്ട് പെട്ടെന്ന് ഉണർന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ ആക്ഷൻസിനെ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ലിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സംസാരവും പ്രവൃത്തിയും ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ ബോധത്തെ, ആ ഗുരു ഉയർത്തിയ ആ ബോധത്തെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇനിയും ഉയർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് മുകളിലോട്ട് എറിഞ്ഞ വസ്തു അത് താഴോട്ടേ വരും, അല്ലേ? മുകളിലോട്ട് ഒരു വസ്തുവിനെ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് താഴോട്ടേ വരും. അത് ഞാൻ എന്താ മോഹം പാടിയെന്ന് വെച്ചാൽ, കുറേ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ അബ്സോർബ്ഡ് ആയി കഴിഞ്ഞാൽ കുറേ നേരമായിട്ട് കൈ അവിടെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ കൈ അനങ്ങുന്നില്ല. ഞാൻ അന്നേരം തപ്പി നോക്കിയത്. അപ്പോ ഹരേ കൃഷ്ണ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരീരത്തിൽ എവിടെയാണ് ആത്മാവ് ഇരിക്കുന്നത്? ഹൃദയം ഇരിക്കുന്ന ആ ഭാഗത്ത്. മനസ്സിലാണോ ഹൃദയത്തിലാണോ? മനസ്സെവിടെ ഇരിക്കുന്നത്? മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അന്ധകരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മുടെ മനസ്സും ഇരിക്കുന്നത്. ക്ലിയർ ആണോ? പക്ഷെ അവിടെ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഊർജമാണ്. മനസ്സെന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ശരീരമാണ്. അത് മനസ്സ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. അന്നേരം ആ മനസ്സിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്, അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുകയാണ്. ഈ ശരീരം വളരെ അടുത്തൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു
കളിമണ്ണ് വെച്ച് പല പല രൂപങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. കളിമണ്ണ് വെച്ച് തന്നെ ഒരു വീടുണ്ടാക്കി, കളിമണ്ണ് വെച്ച് ഒരു മനുഷ്യന്റെ രൂപത്തെ, ഒരു മൃഗങ്ങളും ഇതുമൊക്കെ, എല്ലാം കളിമണ്ണല്ലേ. അതേപോലെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാം. അതായത് നമ്മുടെ ഈ ശരീരമാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാം 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 പഞ്ചഭൂത നിർമ്മിതമാണ്. അതിലെ മൊത്തത്തിലുള്ള പഞ്ചഭൂതത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരമായിട്ട് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് നമ്മുടേതല്ല. ഇതെല്ലാം ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് ഈ ശരീരം. ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ആ ശരീരം ഇതുമായിട്ട് അങ്ങ് ചേരുന്നില്ലേ, മണ്ണുമായിട്ട് അങ്ങ് ചേർന്നു, പഞ്ചഭൂതമായിട്ട് അങ്ങ് ചേർന്നു പോയി, ഇതിൽ അങ്ങ് പോവുകയാണ്. അതേപോലെ അപ്പോൾ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ മൊബൈൽ ഫോൺ നമുക്ക് കാണാൻ പറ്റും, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ആ സോഫ്റ്റ്വെയർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ആ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിപ്പിലാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നമുക്കത് ക്ലിയർലി പറയാൻ പറ്റില്ല, കാരണം അത് മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? നമ്മൾ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ സ്ക്രീനിൽ ഓരോ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആപ്പിൻ്റെ കോഡ് ഒരിടത്ത്, ആപ്പിൻ്റെ ദൃശ്യം ഒരിടത്ത്, എന്നിട്ട് നമ്മൾ ആപ്പിൽ ഓരോ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച്, ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ആപ്പിൻ്റെ ഓരോ നമ്മൾ പ്രസ് ചെയ്യുന്നതും അതൊക്കെ പുറമെ വേറെ പ്രോസസ്സിങ് ക്രിയേറ്റ് ചെയ്ത് മൊത്തത്തിൽ ആ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ അതേപോലെ ഹൃദയഭാഗത്ത് ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരവും ആത്മാവും ഹൃദയഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു ഊർജം മൊത്തത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സൂര്യദേവൻ ഒരിടത്ത് ഇരുന്നാലും ആ സൂര്യരശ്മി, സൂര്യപ്രകാശം സർവ ചരാചരങ്ങളിലും നിറഞ്ഞ് ആ സൂര്യൻ്റെ ആ ഊർജം നൽകുന്നത് പോലെ ആത്മാവിൻ്റെ ഊർജം എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? അന്നേരം അത് വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ തന്നെ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു സൂക്ഷ്മ വസ്തുവാണ്. സൂക്ഷ്മ വസ്തുവിനെ നമുക്ക് ഡയമെൻഷൻസിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ കഴിയില്ല. ഭൗതിക ഡയമെൻഷൻസിൻ്റെ ഉള്ളിൽ ഈ ഭൗതികമായിട്ടുള്ള വസ്തുവകകൾക്കാണ് തീർച്ചയായിട്ടും മനസ്സും ഭൗതികമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന, ഈ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെ പെർസീവ് ചെയ്യാൻ പറ്റുന്ന വസ്തുവകകളെല്ലാം ഡയമെൻഷൻസ് ഉണ്ട്. അതിന് ഹൈറ്റും വെയിറ്റും അതും ഇതൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ഇതിനപ്പുറത്തായിട്ടുള്ള ഒരു സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഡയമെൻഷൻസ് ഇല്ല. അപ്പോൾ മൈൻഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷൻസിന് അപ്പുറത്താണ്. അപ്പം മനസ്സിൻ്റെ ചിന്തകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. അത് ആ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് എങ്ങും പോകാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ശരീരവും മൈൻഡും ശരീരത്തിൻ്റെ ഹയർ തലങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തിയിട്ടില്ല. സൂക്ഷ്മ തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനനുസരിച്ച് ശരീരത്തെ അവിടെ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മനസ്സിൻ്റെ യഥാർത്ഥ ഫങ്ഷൻസ് നമുക്ക് അറിഞ്ഞുകൂടാ, മനസ്സിനെ നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാ, മനസ്സിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. നമ്മുടെ ഈ ശരീരവും നമ്മുടെ മനസ്സും നല്ല സിങ്കായിട്ടിരുന്ന് നമ്മുടെ ആത്മാവിന്, ഇതിനകത്തിരിക്കുന്ന നമുക്ക് ആത്മാവിന് മൈൻഡിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ ശരീരത്തിനെ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാനും ശരീരത്തിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതിനെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ശരീരം ഒരു ഹാർഡ്വെയർ, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ആപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൈൻഡ്. എന്നിട്ട് അതിനെ ഉപയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് ആത്മാവാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സ്പെസിഫിക്കലി എവിടെ ഇരിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല, കാരണം മൊത്തത്തിൽ ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡാണ്. എന്നിട്ട് ആ മൈൻഡിനെ നിയന്ത്രിക്കുന്ന ബുദ്ധിയും ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. ക്ലിയർ ആയോ? എല്ലാവരും പറയൂ, അഭിപ്രായം പറയൂ. അപ്പോൾ ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാവിന്റെ ബോധം ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. ആത്മാവിന്റെ ലക്ഷണം എന്താണ്? കോൺഷ്യസ്നസ്, ബോധം. ആ ബോധം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ അതിനെ ബദ്ധാവസ്ഥ എന്ന് പറയും.
ക്ലിയർ ആയോ? ഇനി ഇതേ ബോധം ഭഗവാനോട് ആസക്തനാകുമ്പോൾ എന്താകുന്നു? ആ വ്യക്തി മുക്താവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഒരു ജീവാത്മാവിന് രണ്ടവസ്ഥയുണ്ട്, ബദ്ധാവസ്ഥ, മുക്താവസ്ഥ. ഒരു ജീവാത്മാവിന്റെ ബോധം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ അതിനെ ബദ്ധാവസ്ഥ എന്ന് പറയുന്നു. ഒരു ജീവാത്മാവിന്റെ ബോധം ഭഗവാനിൽ ആസക്തനായിട്ടിരിക്കുമ്പോൾ മുക്താവസ്ഥ. ഇത്ര സിമ്പിളായിട്ടാണ് കപിലമുനി പറയുന്നത്, അല്ലേ? ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ബദ്ധാവസ്ഥ, മുക്താവസ്ഥ എന്ന് ഇത്രയും സിമ്പിളായിട്ട് എവിടെയും കേട്ടോ? എത്ര മനോഹരമായിട്ടാണ് പ്രഭുപാദ് അതിനെ സിമ്പിളായിട്ട് അതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഒരു ആത്മാവിന് രണ്ടവസ്ഥയേ ഉള്ളൂ, ബദ്ധാവസ്ഥ, മുക്താവസ്ഥ. ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ ബോധം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുന്നു. മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ ബോധം ഭഗവാനിൽ ആസക്തനായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. അടിപൊളിയല്ലേ? എല്ലാരും ഒന്ന് കമന്റ്സിലിട്ടെ. മനസ്സിലായില്ലേ? നേരത്തെ മുകളിൽ എറിഞ്ഞത് താഴെ വരും. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാ, നമ്മുടെ ബോധം എപ്പോഴും താഴ്ന്ന ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും, തമസ്സിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും, അജ്ഞാനത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അന്നേരം അതിനെ ഇങ്ങനെ പിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്, ഭയങ്കര ടഫാണ്. അതിന് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വസ്തുവിനെ ഗ്രാവിറ്റിക്കെതിരെ പൊക്കിക്കൊണ്ടു പോകണമെങ്കിൽ, ഉയർത്തിക്കൊണ്ടു പോകണമെങ്കിൽ എളുപ്പമാണോ? അല്ല, ടഫാണ്. അപ്പോ തറയാകാൻ അധികം ബുദ്ധിമുട്ടില്ല. നല്ല വ്യക്തിയാവാനാണ് ബുദ്ധിമുട്ട്. രാവണനാകാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഏതവനും രാവണനാകാൻ പറ്റും. പക്ഷെ രാമനാകാൻ ബുദ്ധിമുട്ടാണ്. കൗരവരാകാൻ വളരെ സിമ്പിളാണ്, പക്ഷെ പാണ്ഡവരാകാൻ ടഫാണ്. ധർമ്മം പാലിക്കാൻ ഭയങ്കര ടഫാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. അതാണ് ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം. അല്ല, വീണ്ടും വളരെ സിമ്പിൾ. ക്ലാസ്സിൽ ഫെയിലാവാൻ വളരെ എളുപ്പമാണ്. പഠിക്കാതിരുന്ന ആർക്കാ ഫെയിലാവാൻ പറ്റാത്തത്? ഫെയിലാവാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ 100 മാർക്ക് മേടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലേ? അതാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ പറഞ്ഞാൽ ഈസി അല്ല. അതേപോലെ ബോധത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. തോന്നുന്ന പോലെ ജീവിക്കാൻ ആർക്കാ പറ്റാത്തത്? ഈശ്വരനൊന്നും ഇല്ല, ഇതൊക്കെ നിങ്ങളുടെ വാചോടി, നിങ്ങളുടെ സങ്കല്പമാണെന്നൊക്കെ ആർക്കാ പറയാൻ പറ്റാത്തത്? പക്ഷെ നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതം വളരെ അടിപൊളിയായിട്ട് നടക്കുന്നു എന്ന്. അടിയനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കാനും ഒരു കോമൺ സെൻസ് വേണം. ഒരു വിവരക്കേടിന് ഒരു ലിമിറ്റ് ഇല്ലേ എന്ന് പറയുന്ന പോലെ, വിവരക്കേടിന്റെ ആ ലെവല് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതോ ഒരു സിനിമയിൽ ഒരാൾ പറയുന്നത്, ഇവന് കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും പറയാം. കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും പറയാം എന്ന് പറയുന്ന പോലെ. മനസ്സിലായില്ലേ? അന്നേരം ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആചാര്യന്മാർ പറയുന്നു, ഈ ലോകത്തിൽ സുഖിച്ചു കഴിയണമെങ്കിൽ ഒന്നുകിൽ ഏറ്റവും വലിയ മന്ദബുദ്ധി ആയിരിക്കണം, ഏറ്റവും വലിയ മൂഢനായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഭക്തിയിൽ ഏറ്റവും ഉയർന്നിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക? അന്നേരം പിന്നെ ദുഃഖത്തിലായിരിക്കും. നമ്മൾ നടുവിലാണ്. നമ്മൾ വെറും മന്ദബുദ്ധികളും അല്ല, പക്ഷെ പരിശുദ്ധ ഭക്തരും അല്ല.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമാതിരി തൃശങ്കൂനെ പോലെ കിടക്കുന്നത്. അപ്പോൾ കപിലമുനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തത്വമാണ്. ഈ ലോകത്തെ ജീവാത്മാക്കൾ രണ്ട് രീതിയിലേ ഉള്ളൂ. ഒന്നുകിൽ ബദ്ധാവസ്ഥ അല്ലെങ്കിൽ മുക്താവസ്ഥ. ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഈ ത്രിഗുണങ്ങൾ? ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മുടെ ഈ ശരീരം ഗുണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന എല്ലാം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ബോധം ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുകയാണ്. ത്രിഗുണ വിഷയങ്ങളിൽ നമ്മുടെ ചിന്തകൾ ഇരിക്കുന്നു. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തികൾ, ഇതെല്ലാം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ബദ്ധാവസ്ഥയിലാണ്. ഞാൻ ഇടയ്ക്കൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒരു ചങ്ങല വെച്ച് കെട്ടിയിരിക്കുകയാണ്. പക്ഷെ ചങ്ങല കാണാനും പറ്റത്തില്ല. പക്ഷെ ആ ചങ്ങല ഉണ്ട്. ആ വ്യക്തിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ആ വ്യക്തി എനിക്ക് ചങ്ങല വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ ചങ്ങല പൊട്ടും. പക്ഷെ ചങ്ങല വിടാൻ തയ്യാറല്ല. അതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്, അല്ലേ? ഓർമ്മയില്ലേ ഞാൻ സത്സംഗതി പറഞ്ഞ ഒരു കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയിൽ കിടക്കുകയാണ്. ഇതാണ് ത്രിഗുണം. ഇപ്പൊ ഉദാഹരണത്തിന് കള്ളുകുടി. കള്ള് ആ വ്യക്തിയുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ബദ്ധാവസ്ഥ. അതേപോലെയാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം ഇതെല്ലാം താൽക്കാലികമാണ്, ഈ ശരീരം താൽക്കാലികമാണ്, ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിലൊന്നും ഒരർത്ഥമില്ല, ഭഗവാനാണ് പരമസത്യം എന്നൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും എന്താ? വിടാൻ പറ്റുന്നില്ല. നമ്മളെല്ലാവരും ധൃതരാഷ്ട്ര അവാർഡിന് അർഹരാണ്, അല്ലേ? ധൃതരാഷ്ട്രോട് പല ആൾക്കാരും വന്ന്, വ്യാസമഹർഷി വന്ന് പറയുന്നു, വിദുരർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭഗവാൻ സ്വയം വന്ന് പറയുന്നു, ഭീഷ്മ പിതാമഹൻ പറയുന്നു, ദ്രോണാചാര്യ പറഞ്ഞു, എല്ലാം നാരദ മഹർഷി വന്ന് പറയുന്നു. ധൃതരാഷ്ട്രം എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ? എനിക്ക് വിടാൻ പറ്റുന്നില്ല. അതിനെയാണ് എന്താ പറയുന്നത്? ബദ്ധാവസ്ഥ. ക്ലിയർ ആയോ? അപ്പോ നമ്മൾ വിടാൻ തയ്യാറല്ലാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഇനി ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റത്തില്ല. നേരത്തെ സന്തോഷത്തോടുകൂടി മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താ? കയ്പ് കാരണം ഇറക്കാനും പറ്റത്തില്ല, മധുരം കാരണം തുപ്പാനും പറ്റത്തില്ല. അത് വല്ലാത്തൊരു അവസ്ഥ. നേരത്തെ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ അകത്തോട്ട് കയറ്റാനും പറ്റത്തില്ല, തുപ്പാനും പറ്റത്തില്ല. അപ്പോ അല്ലേ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അല്ലേ? അപ്പോ കപിലമുനി നമ്മളോട് പറയുന്നത്, ത്രിഗുണങ്ങളിൽ നമ്മുടെ ബോധം കിടക്കുകയാണ്. ത്രിഗുണങ്ങൾ നമ്മുടെ ബോധം ഇരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? നമ്മൾ ബദ്ധാവസ്ഥയിലാണ്. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ നമ്മുടെ ബോധം ഭഗവാനിൽ ആസക്തനായിട്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മുക്താവസ്ഥയിൽ. വെരി സിമ്പിൾ. അപ്പോൾ കാടുകളിലൊക്കെ പോയി യോഗികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു ഭക്തന് വളരെ സിമ്പിളാണ്. കാരണം ഭഗവാനെ അന്വേഷിച്ച് പോകേണ്ട, ഭഗവാൻ ആരാണെന്ന് ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സംസാരം എന്തിനെക്കുറിച്ചാണ്, നമ്മുടെ പ്രവൃത്തി എന്തിനെക്കുറിച്ചാണ്, അതാണ് ബദ്ധാവസ്ഥ, അതാണ് മുക്താവസ്ഥ. നമ്മുടെ ചിന്തകൾ
നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി. ബോധത്തെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഡിഫിക്കൽട്ടും അല്ല. എന്താ, നമുക്ക് ബോധത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. വി കനോട്ട് ഡിസൈഡ് വാട്ട് വി ഷുഡ് ബി കോൺഷ്യസ് ഓഫ്, ബട്ട് വി ക്യാൻ ഡിസൈഡ് വാട്ട് വി ഷുഡ് തിങ്ക്. വി ക്യാൻ ഡിസൈഡ് വാട്ട് വി ഷുഡ് ടോക്ക്. വി ക്യാൻ ഡിസൈഡ് വാട്ട് വി ഷുഡ് ഡു. എന്തിനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കണം എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അത്രത്തോളം അബോധാവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ, അല്ലേ? അത് നമുക്ക് തീരുമാനിക്കാമല്ലോ. നമ്മൾ എന്ത് സംസാരിക്കണം എന്നത് നമുക്ക് തീരുമാനിക്കാമല്ലോ. എന്ത് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ ആ ഭക്ത കൂട്ടായ്മയിൽ വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു പ്രചോദനം ലഭിക്കും. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം എന്തു പറ്റും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ബോധം ഉയർന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ? ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഒരു ജീവാത്മാവിന് രണ്ടവസ്ഥയുണ്ട്, ബദ്ധാവസ്ഥ, മുക്താവസ്ഥ. ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുന്ന ആത്മാവ് ബദ്ധാവസ്ഥയിലാണ്. ഭഗവാനിൽ ആസക്തനായിട്ടിരിക്കുന്ന ആത്മാവ് മുക്താവസ്ഥയിലാണ്. മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലേശങ്ങളില്ല. ത്രിവിധ ക്ലേശങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. ക്ലേശങ്ങൾ ഇല്ലാതിരിക്കുക എന്നാണോ? അല്ല, ക്ലേശങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. നല്ല ചൂടുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നമ്മളൊരു AC മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൂടറിയാത്തതുപോലെ ക്ലേശങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാലും നമ്മൾ അതിലിങ്ങനെ വീണു പോകത്തില്ല. നമ്മൾ ആ സന്തുലിത അവസ്ഥ തുടരാൻ നമുക്ക് പറ്റും. എപ്പോൾ? മുക്താവസ്ഥയിലിരിക്കുമ്പോൾ. താമര പോലെ വെള്ളത്തിലാണ്, പക്ഷെ വെള്ളവുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിരിക്കാൻ പറ്റും. അങ്ങനെ ക്രമേണ ആസക്തികൾ വിട്ടുവിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും ത്രിഗുണങ്ങളുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ച് ഭഗവാനോടുള്ള ആസക്തി കൂട്ടുക. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ആചാര്യന്മാർ പറയുന്ന യുക്തവൈരാഗ്യം. യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയുണ്ടോ എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഈ ശരീരം നമ്മളല്ല, നമ്മൾ ആത്മാവാണ്. പക്ഷേ ഈ ശരീരമായിട്ട് നമ്മൾ ആസക്തനാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തെ മാക്സിമം ഉപയോഗിക്കുക, നമ്മുടെ കഴിവുകളെ മാക്സിമം ഉപയോഗിക്കുക ഭഗവാന്റെ സേവനത്തിന് വേണ്ടി. അങ്ങനെ എന്ത് പറ്റും? ഈ ശരീരത്തിനോടുള്ള ആസക്തി കുറയും. എന്തിനേറെ പറഞ്ഞ് ഈ ശരീരം തന്നെ ആധ്യാത്മികമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം ഭഗവാന് വേണ്ടി ഈ ശരീരത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരം പവിത്രമാവും, നമ്മുടെ വാക്കുകൾ പവിത്രമാവും, നമ്മുടെ ശബ്ദം പവിത്രമാവും, നമ്മുടെ ചിന്തകൾ, മനസ്സ് പവിത്രമാവും. അതാണ് ശുദ്ധീകരണം. അതായത് പവിത്രീകരിക്കുന്ന മന്ത്രം നിങ്ങൾക്ക് അറിയാലോ. ഓം അപവിത്രോ പവിത്രോ വാ. ഞാൻ പവിത്രമല്ലെങ്കിലും പവിത്രമാണെങ്കിലും സർവ അവസ്ഥാൻ ഗതോ അഭിവ. ഏതവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും, ഏതവസ്ഥയിൽ നിന്നാണ് പറഞ്ഞത്? യത് സ്മരേത് പുണ്ടരീകാക്ഷം. ആ താമരക്കണ്ണനായ ഗുരുവായൂരപ്പനെ ഞാൻ സ്മരിക്കുന്നതിലൂടെ സ ബാഹ്യ അഭ്യന്തര ശുചി. ഞാൻ അകമയും പുറമും ശുദ്ധമായി. അതാണ് ആ ഒരു അവസ്ഥ. ഏറ്റവും വലിയ ശുദ്ധി ഭഗവത് സ്മരണയാണ്. ഏറ്റവും വലിയ അശുദ്ധി ഭഗവാനെ വിസ്മരിക്കുന്നതാണ്. ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ ആ നിമിഷം തന്നെ നമ്മൾ ശുദ്ധരാകും. എത്ര വലിയ അശുദ്ധിയാണെങ്കിൽ. ഉദാഹരണത്തിന് പീരിയഡ്സിന്റെ ആ സമയത്ത് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ കഴിയില്ല. പക്ഷെ ഭഗവാന്റെ അടുത്ത് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഭഗവാന്റെ വിഗ്രഹരൂപത്തിൽ ഭഗവാന്റെ അടുത്ത് നമുക്ക് എത്താൻ കഴിയില്ല. വിഗ്രഹരൂപത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഹൃദയത്തിൽ അപ്പോഴും പരമാത്മാവുണ്ട്. നിങ്ങൾ പീരിയഡ്സ് ആകുമ്പോൾ പരമാത്മാവ് എന്തോ ഹൃദയത്തിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് അത്. അപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവുണ്ട്. ഒന്നാലോചിച്ച് നോക്കണം. പരമാത്മാവിന് പുലയുന്നില്ല, അശുദ്ധിയുന്നില്ല. ഭഗവാൻ പരിശുദ്ധനാണ്, ആത്മാവും പരിശുദ്ധമാണ്. അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ ഈ ലോകത്തിൽ ഒരു തടസ്സമില്ല. പുറത്ത് നിന്ന് എത്ര പേര് നിങ്ങളോട് ജപിക്കരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിപ്പിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആരെക്കുറിച്ച് ഓർക്കണമെന്ന് ആരാ തീരുമാനിക്കും? നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പുറമെ ആർക്കും നിങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റും. അവിടെ പോരുത്, ഇവിടെ പോരുത് എന്നൊക്കെ പറയാൻ പറ്റും.
പക്ഷെ നിങ്ങൾ ആരെക്കുറിച്ച് ചിന്തിക്കണോ എന്ന് ആരാ തീരുമാനിക്കുക? അത് നിങ്ങളല്ലേ തീരുമാനിക്കുക. അപ്പോൾ സദാസമയം ഭഗവത് സ്മരണയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് അശുദ്ധി! ആ വ്യക്തി ഏത് കുലത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള വ്യക്തി, ഏറ്റവും വിശുദ്ധനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ സദാസമയം ഭഗവത് സ്മരണയിലിരിക്കുന്ന വ്യക്തിയാണ്. എപ്പോൾ ഓരോ നിമിഷവും ഭഗവത് സ്മരണയിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ ഭഗവാനും എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് പിന്നെ മന്ത്രത്തിന്റെ ആവശ്യമുണ്ട്, പൂജാതി കർമ്മങ്ങളുടെ ആവശ്യമുണ്ട്. ഇതെല്ലാം സ്മരണയ്ക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. ഇതിന്റെ പേരിൽ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും ഭഗവത് സ്മരണയിലാണ്, അതുകൊണ്ട് എനിക്ക് ജപിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ ഭഗവത് സ്മരണയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജപിക്കാൻ മടി കാണിക്കത്തില്ല. അവർ അങ്ങനെ എപ്പോഴും ഭഗവത് സ്മരണയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും താല്പര്യം കാണും, എല്ലാത്തിനും താല്പര്യം കാണും. അതുകൊണ്ട് നിങ്ങൾ അയ്യോ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, അയ്യോ ഇത്രയും നേരം ക്യൂ നിൽക്കണം. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ ആ സുന്ദരമായിട്ടുള്ള വിഗ്രഹത്തെ കാണാൻ ആർക്കാ ഇഷ്ടമല്ല. പക്ഷെ അവിടെ മാത്രമല്ല ഭഗവാൻ, ഗുരുവായൂരപ്പൻ അവിടെ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗുരുവായൂരപ്പൻ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാൻ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ഈ പുറത്തുള്ള ഭഗവാനെ കാണാൻ പറ്റത്തില്ല, പുറത്ത് എല്ലാവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ? പറ്റും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. വേണമെങ്കിൽ ഈ സത്സംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണടച്ച് വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവിനെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിംഗ് കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിലാണ് ഗുരുവായൂരപ്പ ഇരിക്കുന്നത്. സത്യം. ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റി, എല്ലാ ചിന്തകളെയും മാറ്റി, നിങ്ങൾ കണ്ണടച്ച് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വെറും ശാന്തമായിട്ട് നിശബ്ദതയിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ടൊന്ന് അന്വേഷിച്ചു നോക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒരു അനുഭൂതി കിട്ടും. ഞാൻ നിന്നെ ഇവിടെ തന്നെ ഉണ്ട്, നീ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണിത്. അപ്പോഴാണ് അങ്ങനെ ഭഗവാനെ ഹൃദയത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണുമ്പോൾ കൂടുതൽ ഒരു പ്രത്യേക രീതിയിൽ അത് ഭഗവാൻ തന്നെയാണെന്നുള്ള ഒരു സാക്ഷാത്കാരം കിട്ടുന്നു. സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ലോകത്തിൽ എവിടെ പോയാലാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത്? അല്ലേ? ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിച്ചറിയുക. ഹൃദയത്തിൽ ഇത് പറഞ്ഞാൽ ഭഗവാൻ വലിയ ഇഷ്ടമായി തോന്നുന്നു. കാരണം എൻ്റെ ഹൃദയത്തിലും ആളിരിക്കുമല്ലേ. ആള് പറയുന്ന പോലെ, അതായത് ഭാഗവത്തിൽ നീ എന്നെ പുകഴ്ത്തി പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്നെ കുറിച്ച് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലേ. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ നമ്മുടെ അന്വേഷണം അതിതീവ്രമാണെങ്കിൽ, എത്രത്തോളം തീവ്രമായിട്ട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അദ്ദേഹത്തെ അന്വേഷിക്കുന്നുവോ ഉടൻ തന്നെ അദ്ദേഹം റിപ്ലൈ തരും എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആള് 10 സ്റ്റെപ്പ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അന്നേരം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പനെയാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ ആ ഹൃദയത്തിലോട്ട് ഇങ്ങനെ ചിന്തിക്കണം, എവിടെയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാം രാം രാം. ഇങ്ങനെ അങ്ങ് ഡീപ്പായിട്ട് അങ്ങ് പോകണം. എങ്ങനെ? ചിന്തകളിലൂടെ. നമ്മൾ ചിന്തകളിലൂടെ നമുക്ക് ഭഗവാനെ പിടിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന് എത്താൻ കഴിയില്ല, പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് അറിയുമ്പോൾ അദ്ദേഹം കൈപിടിക്കാനായിട്ട് വരും.
കാരണം എന്താ? നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ എല്ലാമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. എന്നാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ ആള് ആ ഒരു അനുഭൂതി നമുക്ക് തരത്തില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഹൃദയാന്തർഭാഗത്തോട്ട് ഇങ്ങനെ അന്വേഷിക്കുക. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ആത്മാർത്ഥമായിട്ട് ആരെയും കാണിക്കാനുള്ള ഭക്തിയല്ല, നമ്മളും ഭഗവാനും മാത്രമായിട്ടുള്ള ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഒരു ഒരു സംവാദം ഗുരുവായൂരപ്പനുമായിട്ട്. അത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അംശം നിങ്ങൾക്കൊരു അനുഭൂതി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് പിന്നെ ഈ ലോകം മൊത്തം തുച്ഛമായിട്ടും പുച്ഛമായിട്ടും തോന്നും. ഒന്നിനോടും താല്പര്യം തോന്നത്തില്ല, ഒന്നിനോടും ആസക്തി തോന്നത്തില്ല. യു വിൽ ബി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. നിങ്ങൾ തൃപ്തരായിട്ടിരിക്കും, ഒന്നിനോടും താല്പര്യം തോന്നത്തില്ല. അങ്ങനെ നിങ്ങൾ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ ചിത്രം കാണുമ്പോഴും ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വിഗ്രഹം കാണുമ്പോഴും ഉള്ളിൽ തോന്നുന്ന അതേ പ്രേമം തന്നെ ഭഗവാനോടും തോന്നും. ഫീലിങ്സ്, ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒഴുകും. പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനോടൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് പുറത്തും ഭഗവാന്റെ വിഗ്രഹവും ഭഗവാന്റെ ലീലാസ്ഥലികളും കാണുമ്പോഴും നമുക്കൊരു അനുഭൂതി കിട്ടാത്തത്, ഒരു ഫീലിങ്സും ഇമോഷൻസും ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ഭക്തരോടും മോശമായിട്ട് സംസാരിക്കുന്നത്, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാത്തതും അഹങ്കാരം വരുന്നതൊക്കെ അതുകൊണ്ടാണ്. പക്ഷെ നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ഒരു സംതൃപ്തിയാണ്. ആ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കിട്ടുമ്പോഴാണ്. ഓരോ നിമിഷവും നാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യുമ്പോഴും ഹൃദയത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പനെ മറന്നു പോകരുത്. അതാണ് നമ്മുടെ ഭഗവാൻ. നമ്മുടെ അതിമനോഹരമായിട്ടുള്ള പാട്ടിൽ എന്താ? അന്തര മന്ദിരെ ജാഗോ ജാഗോ മാധവ കൃഷ്ണ ഗോപാൽ. മീരാബായി പാടുന്ന അതിസുന്ദരമായിട്ടുള്ള പാട്ട്. അന്തര മന്ദിരെ ജാഗോ ജാഗോ മാധവ കൃഷ്ണ ഗോപാൽ. നവരുണാസമ ജാഗോ ഹൃദയേ മമ സുന്ദര ഗിരിധാരിലാ. നവരുണാസമ ജാഗോ ഹൃദയേ മമ സുന്ദര ഗിരിധാരിലാ. മാധവ കൃഷ്ണ ഗോപാൽ, മാധവ കൃഷ്ണ ഗോപാൽ. അന്തര മന്ദിരെ ജാഗോ ജാഗോ മാധവ കൃഷ്ണ ഗോപാൽ. അന്തര മന്ദിരെ ജാഗോ ജാഗോ മാധവ കൃഷ്ണ ഗോപാൽ. നവരുണാസമ ജാഗോ ഹൃദയേ മമ സുന്ദര ഗിരിധാരി. നവരുണാസമ ജാഗോ സുന്ദര ഗിരിധാരി. മാധവ കൃഷ്ണ ഗോപാൽ, മാധവ കൃഷ്ണ ഗോപാൽ, മാധവ കൃഷ്ണ ഗോപാൽ, മാധവ കൃഷ്ണ ഗോപാൽ. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നുണ്ട്. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം, ഈ കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം, നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദം, നാവ് കൊണ്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം, ഉച്ചരിക്കുന്ന വാക്കുകൾ, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കാലുകൊണ്ട് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, എല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നമ്മളോടൊപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ചിന്തകളും എല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം നമ്മളത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നും. ഭഗവാനെ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങയെ മറന്ന് ഞാൻ അങ്ങയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങയുടെ ഹൃദയത്തിലിരുന്നിട്ടും അങ്ങയെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ലേ കൃഷ്ണ? എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കേണ്ടത്. അങ്ങയുടെ നാമം മാത്രമാണ് ജപിക്കേണ്ടത്. അങ്ങല്ലാതെ എൻ്റെ ഒരു ബന്ധുവില്ല, സുഹൃത്തില്ല. പക്ഷെ എന്നിട്ടും ഞാൻ അങ്ങയെ മറന്ന് ജീവിക്കുകയാണ്. എന്നാണ് കൃഷ്ണ ഇതിനൊരു മോചനം ലഭിക്കുന്നത്? എന്നാണ് കൃഷ്ണ പരിപൂർണമായിട്ടും അങ്ങയുടെ സേവനം മാത്രം ചെയ്തുകൊണ്ട്, അങ്ങയുടെ തിരുനാമം മാത്രം ജപിച്ചുകൊണ്ട്, അങ്ങയുടെ സ്തുതികൾ മാത്രം ആലപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ബന്ധനങ്ങളും ഇല്ലാതെ ഇഷ്ടാനുസൃതം എവിടെയും സഞ്ചരിക്കാനുള്ള ഒരു മഹാസൗഭാഗ്യം എനിക്ക് എപ്പോഴാണ് കൃഷ്ണ ലഭിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ആ ഭഗവാന്റെ പ്രേമം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ ഒരു പ്രേമത്തെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകമെല്ലാം വളരെ തുച്ഛമാണെന്ന് തോന്നും. ഇത്രയും അമൂല്യമായിട്ടുള്ള ഒരു വാസ്തവം, അത്ര വസ്തു ഈ ലോകത്തിൽ ഇത്രയും അമൂല്യമായിട്ട് വേറൊന്നുമില്ല. ഗുരുവായൂരപ്പനപ്പുറം ഈ ലോകത്തിൽ വേറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഗുരുവായൂരപ്പൻ്റെയും ശ്രീമതി രാധാകൃഷ്ണൻ്റെയും സേവനം ചെയ്യുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താലും, അപ്പൊ നേരത്തെ അടിയൻ പറഞ്ഞു, കപിലമുനി പറയുന്നു ദേവൂതി ദേവിയടുത്ത്, ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുന്ന ഒരു ജീവാത്മാവിന്റെ ബോധം ത്രിഗുണങ്ങളിൽ ആസക്തനായിട്ടിരിക്കുമ്പോൾ അത് ബദ്ധാവസ്ഥ. ഒരു ജീവാത്മാവിന്റെ ബോധം ഭഗവാനിൽ ആസക്തനായിട്ടിരിക്കുമ്പോൾ അത് മുക്താവസ്ഥ. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണനില്ലാത്ത കാര്യങ്ങൾ. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എല്ലാം ത്രിഗുണങ്ങളാണ്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ത്രിഗുണങ്ങൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ ബോധം ആസക്തനായിട്ടിരിക്കുമ്പോൾ അത് മുക്താവസ്ഥ. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മുടെ ബോധം ആസക്തനായിട്ടിരിക്കുമ്പോൾ അത് ബദ്ധാവസ്ഥ. ക്ലിയർ? ഭഗവാൻ കൃഷ്ണൻ മുക്തി, മായ, ബദ്ധാവസ്ഥ. ദേവകി അമ്മയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു 8ാമത്തെ മകനായിട്ട്. അപ്പോൾ വസുദേവർ ഭഗവാനെ കയ്യിലെടുത്തതും എന്തു പറ്റും? ഉടൻ തന്നെ കാരാഗ്രഹം തുറന്നു, ചങ്ങലകൾ പൊട്ടി. ഭഗവാനെ കയ്യിലെടുത്ത എല്ലാ ബാധ്യതകളും തീർന്നു. ഭഗവാനെ യശോദാമ്മയുടെ അടുത്ത് കിടത്തി മായാദേവിയെ പിടിച്ച ഉടൻ തന്നെ വീണ്ടും കാരാഗ്രഹത്തിൽ ബന്ധിതനായി. അപ്പോൾ അത് തീർച്ചയായിട്ടും ലീലയുടെ ഭാഗമാണ്. വസുദേവരും ദേവകിയമ്മയും എപ്പോഴും മുക്താവസ്ഥയിലാണ്. പിന്നെ മായാദേവി, അത് സാധാരണ മായാദേവിയല്ല, യോഗമായ ദേവിയാണ്, ഭഗവാന്റെ തന്നെ ശക്തിയാണ്. പക്ഷെ എന്നാലും ആചാര്യന്മാർ നൽകുന്ന ഉദാഹരണമാണ്. ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിയും. ഭഗവാനെ നമ്മൾ തടയുമ്പോൾ, ഭഗവാനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും ബന്ധനത്തിൽപ്പെട്ടു. ഭഗവാൻ കൃഷ്ണൻ മുക്തി, മായാദേവി ബദ്ധാവസ്ഥ. കൃഷ്ണനുണ്ടെങ്കിൽ മുക്തി, കൃഷ്ണനില്ലെങ്കിൽ ബദ്ധാവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 24 മണിക്കൂറിൽ നമ്മൾ എത്ര മണിക്കൂർ ചെയ്യുന്നുവോ അത്രയും നേരം നമ്മൾ മുക്താവസ്ഥയിലാണ്. ബാക്കി എത്ര സമയത്താണോ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് അത്രയും നേരവും നമ്മൾ ബദ്ധാവസ്ഥയിലാണ്. അപ്പോൾ ഒരു 24 മണിക്കൂറിൽ മാക്സിമം സമയവും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട, ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ
അത്രത്തോളം മുക്ത അവസ്ഥയിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ എത്ര ദിവസം? ഒരു ദിവസം, അടുത്ത ദിവസം, മാസങ്ങൾ, വർഷങ്ങൾ, അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. മുക്ത അവസ്ഥയിൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എന്ത് പറ്റും? ഇത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഇപ്പം നമ്മൾ ഭക്തിയിൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റും? നമ്മുടെ ആ പഴയ പ്രവണതകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും ഇങ്ങനെ പൊങ്ങി വരും, വീണ്ടും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കും. കാരണം എന്തുകൊണ്ട്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ആ പഴയ സ്വഭാവം, ഉള്ളിലിരിക്കുന്ന ആ സ്വഭാവം പൊങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് 24 മണിക്കൂറിൽ മാക്സിമം സമയവും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ബോധം മുക്താവസ്ഥയിലേക്ക് എത്തും. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. പിന്നെ നമ്മൾ മുക്തരാകും. ആ ഒരു ബോധത്തിലിരിക്കുമ്പോൾ, കൃഷ്ണാവബോധത്തിൻ്റെ ആ പരിപക്വ അവസ്ഥയിലിരിക്കുമ്പോൾ, ഭഗവാൻ ആ സമയത്താണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? ഗോലോകത്തിലേക്ക് എത്തും. ഇനി ആ ഒരു പരിപക്വ അവസ്ഥയിലേക്കല്ല നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് പറ്റും? വീണ്ടും ആ എവിടം വരെ നമ്മൾ എത്തിയോ, കാരണം ആ 100% കൃഷ്ണാവബോധം വേണം. 100% ഭഗവത് സ്മരണയിൽ മാത്രം കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മം എവിടെ നിന്ന് നമ്മൾ നിർത്തിയോ അവിടുന്ന് തുടരാനായിട്ട്. പക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ പരിശ്രമിച്ച ഒന്നും വെറുതെ ആവത്തില്ല. അത് തുടരാനുള്ള പരമസൗഭാഗ്യം ഗുരുവായൂരപ്പൻ നമുക്ക് അടുത്ത ജന്മത്തിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ബാക്കി നാളത്തെ സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. പിന്നെ അടിയൻ 29-ാം തീയതി നോർത്തിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ രാധാറാണിക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട രാധാറാണിക്ക് വേണ്ടി ഇടിയൻ നോർത്തിലോട്ട് പോകണം. അന്നേരം എല്ലാ ഭക്തരുടെയും കാരുണ്യത്താൽ കുറച്ച് ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ പറ്റി. പക്ഷേ ലാൻഡ് അവിടെ മേടിക്കാനും ക്ഷേത്രം നിർമ്മിക്കാനും ഇത് പോരല്ലോ അല്ലേ. അതുകൊണ്ട് ഇനി ബാക്കി കളക്ട് ചെയ്യാനായിട്ട് നോർത്തിലേക്ക് പോവുകയാണ്. 29-ാം തീയതി ദസറയാണ്, ദുർഗാപൂജ ദിവസം, ശ്രീരാമസ്വാമി രാവണനെ വധിച്ച ദിവസം. അന്നേരം ആ ശുഭദിനത്തിൽ അടിയൻ പോകാമെന്ന് വിചാരിക്കുന്നു ഭഗവാന് വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് അടിയൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നോർത്തിലോട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിങ്ങനെ പോകണം. എവിടെയൊക്കെ പറ്റുമോ എന്ന് നോക്കാം. എല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മാക്സിമം നോർത്തൊക്കെ ഒന്ന് കവർ ചെയ്ത് ഇവിടെയൊക്കെ കാണാൻ പറ്റും ആൾക്കാരെ കണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തു എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ. അന്നേരം അതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത തിങ്കളാഴ്ചയാണ് അടിയൻ പോകുന്നത്. അപ്പോൾ സത്സംഗത്തിന് എപ്പോഴായിരിക്കും സമയം കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും യാത്രയുടെ ഇടയിലും പറ്റുമ്പോഴൊക്കെ നമ്മൾ ശ്രമിക്കാം. ഒരു ഭക്തി ചോദിക്കുന്നു, പോകണോ? ഇവിടെ സ്വരൂപിക്കാൻ പറ്റില്ല. നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തർ ഇനി അവർക്ക് തരാനായിട്ടൊന്നുമില്ല. അവരുടെ മാക്സിമം നൽകി കഴിഞ്ഞു. അങ്ങനെ നൽകിയാണ് ഇവിടം വരെ എത്തിയത്. ഇനി നമ്മൾ റെസിപ്റ്റ് ബുക്ക് വഴിയും ട്രൈ ചെയ്യുന്നു, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ വഴിയും ട്രൈ ചെയ്യുന്നു. പക്ഷെ എന്നാലും വലിയൊരു തുകയാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ പോയി ഒരു നവംബർ ഡിസംബർ വരെ കറക്കുമായിരിക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്താമെന്ന് വിചാരിക്കുന്നു. സത്സംഗം എപ്പോഴൊക്കെയാണോ ഭഗവാൻ അനുവദിക്കുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ യാത്രയിലായിരിക്കും. അതുകൊണ്ട് ഭക്തർ വിഷമിക്കരുത്. അഥവാ സത്സംഗം ഇല്ലാത്ത ദിവസങ്ങളിൽ പഴയ സത്സംഗം കേൾക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപാനി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ
शौर्य संतापहारी मुरारे ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരി എവിടെ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരി എവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂര നിഷാദ ശരം കൊണ്ട് നീറും നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീത്യന്റെ കാൽക്കരൻ നീ പ്രണാമം വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ.